അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, എന്നും ഒരേപോലെ പുഴുങ്ങിയ മുട്ടയോ ഓംലെറ്റോ കഴിച്ച് മടുത്തോ? എങ്കിൽ ഇന്ന് നമുക്ക് മുട്ട വെച്ച് വളരെ സ്പെഷ്യലായ ഒരു വിഭവം ഉണ്ടാക്കിയാലോ? വെറും 10 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാവുന്ന എഗ്ഗ് മസാല സാൻഡ്വിച്ചാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുക്കാനും ഓഫീസിൽ പോകുന്നവർക്ക് പെട്ടെന്ന് കഴിക്കാനും പറ്റിയ ഒരു ഹെൽത്തി ഓപ്ഷനാണിത്. അപ്പോൾ ഇത് എങ്ങനെയാണ് പെർഫെക്റ്റായി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. കോഴിമുട്ട മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം വെള്ളമെടുക്കാൻ. ശേഷം പാത്രത്തിലേക്ക് കോഴിമുട്ട ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 3 കോഴിമുട്ടയാണ് എടുക്കുന്നത്. ഇതിലേക്ക് ഒരൽപ്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ തോട് പെട്ടെന്ന് പൊളിഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. വെള്ളം തിളച്ച് മുട്ട വെന്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഏകദേശം ഒരു 10 മിനിറ്റ് സമയം ഇതിന് ആവശ്യമായി വരും. മുട്ട തണുത്തതിന് ശേഷം തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെക്കാം. പാൻ ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് ഇളക്കാം. കുട്ടികൾ കഴിക്കുന്നത് കൊണ്ട് പച്ചമുളക് ഞാൻ ഇതിൽ ചേർത്തിയിട്ടില്ല. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർക്കാം. ശേഷം 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഇളക്കി കൊടുക്കാം. ഉള്ളി വഴന്നു വരുമ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള മല്ലിയിലയും ചേർത്ത് ഇളക്കി കൊടുക്കാം. അവസാനമായി നേരത്തെ കട്ട് ചെയ്ത് വെച്ച മുട്ടയും ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. മുട്ട പൊടിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി മറ്റൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം ബട്ടറോ നെയ്യോ ചേർത്താലും മതി. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് 2 ബ്രെഡ് വെച്ച് കൊടുക്കാം. ബ്രെഡിൻ്റെ ഒരു വശം മുരിഞ്ഞു കഴിയുമ്പോൾ തിരിച്ചിട്ട് മറുവശവും മുരിച്ചെടുക്കാം. ഇനി ഒരു ബ്രെഡിൻ്റെ മുകളിൽ അല്പം ടൊമാറ്റോ സോസ് ഒഴിച്ച് അതൊന്ന് സ്പൂൺ വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് മയോണൈസും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന എഗ്ഗ് മസാലയിൽ നിന്നും അല്പം ബ്രെഡിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ശേഷം രണ്ടാമത്തെ ബ്രെഡ് മുകളിൽ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ രുചികരമായ എഗ്ഗ് മസാല സാൻഡ്വിച്ച് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഉള്ളിലെ ആ
സ്പൈസി മസാലയും പുറത്തെ ക്രിസ്പി ബ്രെഡും കൂടി കഴിക്കാൻ എന്ത് രസമാണെന്നോ. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.